പാല് വിടുന്നില്ല, മൈക്കിന്ന് വിടുന്നില്ല. ഷീറ്റ് എവിടെ അറിയത്തില്ല. മൈക്ക് നിന്നെ ഞാനിന്ന് കൊല്ലുവാ കുരുത്തം കെട്ടവന്. എപ്പ ഇറങ്ങും? 1 മണിക്കൂറെങ്കിലും. അമ്മ എന്നെ വാരി ഉടുക്കും കേട്ടോ അമ്പു. അമ്പു, ഹേ ഗായ്സ്, നമ്മുടെ പുതിയൊരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ. ഇന്നത്തെ ചലഞ്ച് എന്തുവാ? ക്യാരക്ടർ സ്വിച്ചാ. ഇതാണ് നിന്റെ അച്ഛൻ, ഇതാണ് നിന്റെ അമ്മ. ഇന്ന് അമ്മ ചെയ്യുന്ന എല്ലാം അച്ഛൻ ചെയ്യും, അച്ഛൻ ചെയ്യുന്ന എല്ലാം അമ്മ ചെയ്യും. അങ്ങനെ ഇനി വഴിയെ കണ്ടറിയാം, അതുകൊണ്ട് ഒന്നും പറയാതെ അല്ല എല്ലാം അങ്ങനെയല്ല കേട്ടോ. ചിലതൊക്കെ നമ്മള് കണ്ടന്റിന് വേണ്ടി ചെയ്യുന്ന കേട്ടോ. എല്ലാം അങ്ങനെയാന്ന് വിചാരിക്കല്ലേ. അറുമാതിച്ച് റോസ്റ്റ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഇല്ല അങ്ങനെയില്ല. നമ്മളെ ക്യാരക്ടർ ഇങ്ങനെ കേട്ടോ സ്വിച്ച് ചെയ്യാൻ വേണ്ടി പോണേ. 3, 2, 1. ഹലോ ഗായ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു ചലഞ്ച് ട്വിസ്റ്റ്. ഞാൻ ഇന്ന് നൈറ്റ് ഫ്രോക്കോ ഇടാൻ ചേട്ടന്റെ ഭാഗ്യം. അത് മാത്രല്ല അമ്പൂട്ടനെ അങ്ങ് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ അമ്പൂട്ടനെ നോക്കാറില്ലടി. നോക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അമൃതല കേറുവാ. മൂടി പൊതിച്ചിടന്ന് ഉറങ്ങാൻ പോയതായിരിക്കും. ചേട്ടാ ചേട്ടാ സൊമാറ്റോന്ന് എനിക്കൊരു പൊതിച്ചോറ് കേട്ടോ. എന്റെ ദൈവമേ. പൊതിച്ചോറെ ഇത് മനപ്പൂറ് എന്നെ കരി വാരി തേക്കാൻ. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കാന്ന് പറഞ്ഞാലും വേണ്ട, നമുക്കൊന്ന് ഓർഡർ ചെയ്യാം. ഒരു പൊതി നമുക്ക് ഓർഡർ ചെയ്യാന്ന് പറഞ്ഞു. കളി ഇങ്ങനെയാണെങ്കിലേ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണല്ലേ കളി, എനിക്ക് അറിയത്തില്ലായിരുന്നു. എനിക്ക് എന്തോരം ജോലി ഉണ്ട് കേട്ടാ. ഇതൊക്കെ നോക്ക്, കുഞ്ഞിനെ നോക്കണ്ടേ. അവൻ പാല് വിടുന്നില്ല, മൈക്കിന്ന് വിടുന്നില്ല. അതുകൊണ്ട് നമ്മള് കിടക്കുക. കണ്ണടച്ച് കിടന്നതേ ഉള്ളു കേട്ടാ. ഞാൻ ഉറങ്ങിയില്ല, സത്യമായിട്ട് ഉറങ്ങിയില്ല. ഞാൻ ഈ ഉറക്കമൊക്കെ എപ്പോ ഉറങ്ങി തീരുവിനി? ഇത്ര നേരം ഉറങ്ങിയില്ലേ? എവിടാ? കണ്ണടച്ചെന്നേ ഉള്ളൂ, പക്ഷെ ഉറങ്ങിയില്ല. പോയി കുഞ്ഞിനെ കുളിപ്പിരിപ്പോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയിപ്പോയി. എന്തുവാ നിനക്കുള്ള പണി ഞാൻ തരുന്നുണ്ടോ? അയ്യോ അത് വെട്ട്. കിടത്തിയ പോലെ. അയ്യോ ഷീറ്റ് ഇട്ടില്ലല്ലേ? ഷീറ്റ് എവിടെ അറിയത്തില്ല. ഷീറ്റ് നിനക്കല്ലേ? ഷീറ്റ് എവിടെ കുഞ്ഞിന്റെ? മനപ്പൂർവ്വം നീ എനിക്ക് പണി തരുവല്ലേ? ഇതിനകത്തോട്ട് ഇരുത്തും, ടാപ്പ് അങ്ങ് തുറന്നു കൊടുക്കും, താനെ കുളിച്ചോളാം. അതേ നീ ഒറ്റയ്ക്ക് കുളിക്കാതായി. എന്നാ ഒറ്റയ്ക്ക് നടന്ന് കുളിച്ചിട്ട് വാ. മൈക്ക് മൈക്ക് മാറേ. സീറ്റ് എനിക്ക് എവിടാന്ന് അറിയേ. കിട്ടി. നീ വിട കേട്ടോ മൃതില്ലേ നീ? ചൂടുവെള്ളം ചൂടാക്കിയോ? ഇതിനെ എനിക്കെന്താ പണിയാണ് നീ. കുഞ്ഞിനെ കുളിപ്പിക്കാൻ നേരം പ്രവീണാണ് കുഞ്ഞിനെ എടുക്കാറ്. പ്രവീണെ ഏട്ടനാണ് എടുക്കാറ്. ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ ഏട്ടനാണ് എടുക്കാറ്. കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോ എങ്ങനെ പ്രവീൺ എടുക്കുന്നേ? കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോഴെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും റെഡി ആക്കിയിട്ടാണ് ഏട്ടന്റെ കുഞ്ഞിനെ വാങ്ങാറ്. അങ്ങനെ അല്ലെങ്കിൽ പോലും കുഴപ്പമില്ല, ഞാനൊരു കുഞ്ഞിനെ എടുക്കാം. അങ്ങനെയാണ്. അങ്ങനല്ല, എന്നാലും ഞാൻ കുഞ്ഞിനെ എടുക്കാം. അവനെ വെച്ചോണ്ടാ ഷീറ്റ് എടുക്കുന്നത്, വിരിക്കുന്നത്, എല്ലാ സാധനം വെക്കുന്നത്. കുഴപ്പമില്ല, ഞാൻ ഇപ്രാവശ്യം നേരെ തിരിച്ചു തരാം. വെയ്യോടെ അത് ചോറ് വെക്കുന്നല്ലോ. കുക്കറിനകത്തായാലോ? അമ്പു പൊറാക്കളെ നിന്നെ ഇതിനകത്തൊന്നും കുളിപ്പിക്കാറ്. അമ്മ അന്നം വിട്ടിരിക്കും. ഇങ്ങി വാ അവിടെ കിടന്ന് പരതാതെ. എനിക്ക് കോള് വരുന്നു, പ്രൊമോഷൻ കോള്. ഇവിടെ വാ. Tell Ananya. Yeah, okay. Yeah, today we will give the video. Yeah, we already shoot the video and edited. Yeah, I send ഇത് ഞാനല്ല. Yeah, we already shoot the video and edit the video. I will send 10 minutes. ഞാനൊരു വലിയ സംഭവം അല്ലേ? Okay. ചേട്ടാ നമ്മള് വീഡിയോ എടുത്തു പോലും ഇല്ലല്ലോ കേട്ടോ. 10 മിനിറ്റ് കൊടുക്കാന്ന് പറഞ്ഞ് എന്തിനാ? അല്ല അവളടുത്ത് സംസാരിക്കാൻ കൊള്ളത്തില്ല കേട്ടോ. അവള് ഭയങ്കര ഇംഗ്ലീഷാ. തേങ്ങ എന്തിനു കൊച്ചിനെ കുളിപ്പിക്കുന്നേ? എടി ഇത് ക്യാരക്ടർ സ്വിച്ചാ, അല്ലാതെ അടുക്കള ചാർജ് അല്ല. ചിലവ ഈ ഏട്ടം വന്ന് കുക്ക് ചെയ്ത് ഇവിടെ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെച്ചേക്കുവാ.
അല്ല ഏട്ടനല്ലേ പാവം എപ്പോഴും അടുക്കള കേറുന്ന. ഓ നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. ഏട്ടൻ എവിടാ? നീ അല്ലേ എടുക്കുന്നേ? ഏട്ടനല്ലേ എപ്പോഴും കേറാറ് അടുക്കളയില്. നീ എല്ലാം റെഡിയാക്കി വെക്കുമ്പോ ഞാൻ കേറി ആ പാത്രത്തിൽ തന്നെ കിടക്കും തിരിച്ചു വരും. നിന്റെ ഓരോ ഉദ്ദേശവും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. വെച്ച ക്രെഡിറ്റ് എനിക്ക്. ഒഴിച്ചു കൊടുക്കണം. അല്ല ഏട്ടനല്ലേ ഇപ്പോഴും അടുക്കള കേറാറ്. അടുക്കള കയറി ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ലല്ലോ. അപ്പൊ പിന്നെ ചെലവ് എവിടെ തേങ്ങ എവിടാന്ന് എന്റെ അടുത്ത് ചോദിച്ചെങ്കിലും എല്ലാം ശരിയാക്കി വേണം. എനിക്ക് 10 മിനിറ്റ് ഞാൻ തരാം. എല്ലാം ശരിയാക്കി വെച്ചിട്ട് വേണം എന്നെ പിടിക്കും. കൊച്ചിനെയും പിടി. എനിക്ക് വേണ്ടേ 2 വേണം. ഞാൻ വരുമ്പോഴത്തേക്ക് കൊച്ചിനെ വെച്ചിട്ട് തേങ്ങയും തിരുമ്പണം, അവനെ കുളിപ്പിക്കുകയും വേണം. എന്നിട്ട് നമുക്ക് വീഡിയോ എടുക്കണം. ഏതൊന്നും ഞാൻ പറയത്തില്ല. ഇങ്ങനെ ഒന്നും ഞാൻ പറയത്തില്ല. മോളുടെ വേഷം കണ്ടോ? അമ്മയ്ക്ക് കാണാൻ വേണ്ടിട്ട് അമ്മ റൂമിൽ കയറിയിരിക്കുന്നേ. ബാത്റൂമിൽ ലൈറ്റ് ഇടാനാണ്. 100 വട്ടം അടിച്ചിട മൃദുലേ. എപ്പ ഇറങ്ങും? 1 മണിക്കൂറെങ്കിലും. എടി ഇറങ്ങടി. എടി സ്കൂളിൽ നിന്നാണ് കക്കസ് കയറിയിരുന്നത്. ജീവൻ ഉണ്ടെന്നറിയിക്കാൻ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് കേൾക്കാം. സൗണ്ട്. ലൈറ്റ് വേണം. മുതൽ അടച്ചോളൂ. അങ്ങനില്ലേ ലൈറ്റ് ഞാൻ കൃത്യമായിട്ട് മിണ്ടരുത്. ലൈറ്റ് അണയ്ക്കുന്ന പ്രശ്നമില്ല. കുഞ്ഞിനെ വിളിച്ചോ? നീ ഇവിടെ എന്തോടുക്കുവായിരുന്നു? കുഞ്ഞിനെ നോക്കട്ടെ. കുഞ്ഞിനെ നോക്കുന്ന പറഞ്ഞാൽ ആരും കുഞ്ഞിനെ നോക്കാറില്ല. അങ്ങോട്ട് കിടത്തിട്ട് പോയി ചെയ്യണം. എനിക്ക് പാര വെച്ച് ഞാൻ നിനക്ക് അമ്മ പാട്ട് പാടിത്തരേ. ആ പാട്ട് കേട്ട് അവ 8 മാസം വളർന്നല്ലേ അമ്മോ? അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. മാറ്, അച്ഛൻ പാടി കൊടുക്കാം. മാറ്. 1 മിനിറ്റ്. കുഞ്ഞിനെ കുളിപ്പിക്കുന്നതിന് മുന്നേ കുളിപ്പിച്ച് കൊടുത്താൽ തുണിയുണ്ട്. അതൊക്കെ എടുത്ത് നേരത്തെ കൊണ്ടിടുന്നു. ഇന്ന് അമ്മയല്ല കുളിപ്പിച്ചില്ല, അച്ഛനെ കുളിപ്പിച്ചില്ലേ? കേട്ടോ? ഞാൻ ഈ വിഗ്രഹം വെച്ച് കീഴടങ്ങി. ചുണ്ടടി നോക്കാം. നീ കടയൊന്നും ചെയ്യല്ലേ? കടയൊന്നും ചെയ്യല്ലേ? നമ്മളെ ടർക്കി അല്ലേ ഇനി കൊണ്ടുപോവാ. എടി നീയല്ലേ അന്ന് കുളിപ്പിക്കാറ്. ആണല്ലോ. അപ്പട് ഡൗണ് അപ്പട് ഡൗണ്. ഇത് കുഞ്ഞിന്റെ കൈ. നമ്മള് കുളിക്കാൻ പോകുന്നു. കഴിഞ്ഞ എണ്ണ അമ്മ ഉള്ളത് കൊണ്ടില്ലായിരുന്നു ഞാൻ 2 ആദ്യം ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കുളിപ്പിക്കുന്നത്. ഇനി അടുത്ത കുഞ്ഞുണ്ടാകുമ്പോഴല്ലോ ഫുൾ കുളിപ്പിന് ഞാനായിരിക്കും കേട്ടോ. ഇതിനെ കുളിപ്പിച്ച ഇതിന് പഠിക്കാം. ഇത്ര അഹങ്കാരം പാടില്ല. ഇത് എക്സ്പെരിമെന്റും അത് പെർഫോം ചെയ്യാനുള്ളതോ? അമ്മ കേട്ടോ? നമ്മൊരു വെള്ളിയാഴ്ച ആയിരുന്നു. കൊച്ചിന് പനി വരരുത്, പരീക്ഷണമൊക്കെ കൊള്ളാം. അമ്പോ നിന്നെ വെച്ച് നിന്റെ അച്ഛൻ നാളെ തൊട്ട് ഒറ്റയ്ക്ക് ബാത്റൂമിൽ കഥ തുറന്ന് പോയി കുളിക്കണം. നിന്നെ കുളിപ്പിക്കാൻ പറ്റത്തില്ല കേട്ടല്ലോ. അത് ശരിയായിരുന്നു. കുളിപ്പിച്ച് കഴിഞ്ഞ് ഫോൺ ഞാൻ കുറച്ച് റീൽസ് തോന്നുന്നു. കുഞ്ഞിന് ഉടുപ്പിടുകേ. അത് നമ്മൾ കുടുപ്പൊക്കെ സ്ഥലമാണോ? കൊച്ചിന് ഉടുപ്പ് എവിടെ ഇരിക്കുന്നതെന്ന് തന്തയ്ക്ക് അറിയത്തില്ല.
അമ്മൂട്ടി അമ്മൂട്ടി ആ വൈറ്റമിൻ D3. എന്താ സുഖം എന്താ സുഖം. എടാ പ്രവീണേ കാറിന്റെ റിവ്യൂ കാണുമായിരിക്കും. എന്റെ ദൈവമേ ഇവള് കൊള്ളാല്ല ഇവള്. ഞാൻ ഇച്ചിരി കാറിന്റെ റിവ്യൂസ് ഒക്കെ കാണും. ഇച്ചിരി അയ്യോ സമയം 2 മണി. ശരിമേ കുളിപ്പിച്ചു കഴിഞ്ഞേ നീ നമ്മളൊന്ന് ഉറങ്ങുവാണേ. ചുമ്മാ എടുത്തായിരുന്നു ഉറങ്ങത്തില്ലേ? പാല് എടുക്കണം. ആ ആ അതെനിക്ക് കുഴപ്പമില്ല. പ്രവീണിന് ശീലമായിരുന്നു. പെട്ടെന്ന് ഒരു ഐഡിയ തോന്നിയതാ സാർ. പ്രവീൺ ഈ സമയത്ത് ഇങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്യാറില്ല. അവ ഒന്ന് എഡിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വർക്ക് ചെയ്യുക ഒക്കെ ചെയ്താണ് പതിവ്. ഞാൻ മ്യൂസിക്കിലെ പോവാ. എന്ത് മ്യൂസിക്? ബ്ലോഗിലിടണ്ടേ? ഇതിൽ ഈ കറങ്ങുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഈ കറങ്ങുന്നുണ്ട് കൊള്ളാല്ലേ? കൊള്ളത്തില്ല. ഈ കാറെല്ലാം കൂടി വാങ്ങിച്ചു കൂട്ടുന്നുണ്ടോ? ചുമ്മാ നോക്കണമെന്ന് പറയുമ്പോ വാങ്ങിക്കുന്ന ആരെയും പറഞ്ഞു നോക്കൂടെ? ഡ്രസ് വല്ലതും ഉണ്ടാകുന്ന നോക്ക്. ഡ്രസ്സിന്റെ വീഡിയോ അല്ലോ, പുതിയ ഡ്രസ് വല്ലതും ഇറങ്ങിയിട്ടുണ്ടോ? മിന്ത്രയിലല്ലോ കൊല്ലും ഞാൻ ആ കാർ റിവ്യൂ കണ്ടിട്ട്. റീൽസ് ഇപ്പൊ തരാ നിനക്ക് റീൽസ്. നീ ആരെയാ പാല് കൊടുത്ത് കൊച്ചിനെ ഉറക്കാൻ നോക്ക്. ഞാൻ ഇവിടെ സൗണ്ടിൽ പാട്ട് വെക്കും. നീ വേണമെങ്കിൽ സൈഡിൽ കിടന്ന് കൊച്ചിനെ ഉറയിക്കും. ഇഷ്ടപ്പെട്ട് നീ കൊച്ചിനെ ഉറങ്ങുക. അപ്പൊ ഞാൻ ഒന്നോ രണ്ടോ വട്ടം അറിയാം. 1-2 ദിവസത്തിൽ 1-2 വട്ടം അറിയാതെ കുഞ്ഞു ഉറങ്ങുമോ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ പാട്ട് വെക്കുമ്പോ നീ ഉറക്ക്. ഇതിൽ എനിക്ക് വിശക്ക്. എന്താ വെച്ച്? ചോറ്, മോര്, തോരൻ. ഇത്രേ ഉള്ളോ? കഴിക്കാൻ പോകും. ഇത്ര ഇല്ലേട്ടാ. നീ അങ്ങ് കഴിച്ചാ മതി. എന്റെ സന്തോഷത്തിന് ഇതിരിക്കട്ടെ. കൊള്ളാലോടാ. ഫുഡ് കൂടില്ലേ നീ പുറത്തേക്ക്? ഇത്ര ഫുഡ് കൂടില്ലേ പുറത്ത് പോണ്ടത്? മണി 3 മണി 3. മനുഷ്യന് വിശകത്തി. എനിക്ക് വണ്ടി ഓട്ടിക്കറിയോ? എന്തൊരു നീചനാണ്. നീ എടുത്തോണ്ട് പുറത്ത് പോ. അതെ ഇന്ന് വണ്ടി 2 പഞ്ചർ. ഞാൻ ഊബർ ഊബറില്ല, നടന്നു പോ. എനിക്ക് കൂടി ഒരു പുതിയ പോ. വണ്ടി എടുക്കാതെ അമ്മച്ചി കണ്ടാക്കളെ തള്ളു. അമ്മക്ക് വണ്ടി ഓട്ടിക്കറിയോ? ഒരു സൈക്കിൾ വിളിച്ചോട്ടറിയോ? കേട്ട് അതേപോലെടാ. അടച്ചേരെ എന്തുവായിരുന്നോടാ. പഴമുണ്ടോ? ആ പഴമുണ്ട്. ചോറും മോരും ഉണ്ടല്ലേ. താക്കോലെടുത്തായിരുന്ന വണ്ടിയുടെ. ഈ വണ്ടി ഓട്ടിക്കാറില്ല. ഇപ്പൊ ചോറ് വിളമ്പാ എളിച്ചോണ്ടിരിക്കാതെ. ചോറ് വേണ്ടെന്നല്ലേ പറഞ്ഞേ. പഴം തന്നെ തിരിപ്പോ തൊലിച്ചു അതിനെ തൊലിച്ചു തരണോ? ഇപ്പൊ ചോറ് വിളമ്പ്. നിങ്ങൾക്ക് നാണവമാനം ഇല്ലേ എന്തെങ്കിലും ആർക്ക്? മൃദുലേ അവൻ കരയുന്ന. അവനെ എടുത്തോണ്ട് നടാ. കൈ കുരുവാ. ഇത്ര നേരം ഞാൻ പിടിക്കുമല്ലായിരുന്നു. നീ ഒന്ന് എടു. ജോലി ചെയ്തോണ്ടിരിക്കുവോ അല്ലയോ? അയ്യോ പാവം. ഞാൻ എടുക്കാം. എന്നോട് ബാല എടുത്തു വെച്ചേക്കുന്ന ഫുഡ് കഴിക്കാൻ പാ. വേറെ ആഴ്ച കഴിഞ്ഞിട്ട് വരാം. എല്ലാം എടുത്തോണ്ടോ? എനിക്ക് അവിടെ വേണ്ട, ഇവിടെ. അത് ചൂട് പോയ കൊള്ളത്തില്ല. എടുത്ത് കഴിക്കെടുത്ത്. മൃദുലേ പറ. ആ റിമോട്ട് ഇങ്ങോട്ട് എടുത്ത. ഇങ്ങനെങ്ങാണ് ഞാൻ അവളടുത്ത് പറഞ്ഞ അവളെ മൂക്ക വെള്ളക്കടിക്കും. കൊച്ചിനെ അമ്മ കൊച്ചിനെ അവന് ഉറക്കം വരും. അവനെടുത്താ ഇങ്ങനെ സ്വിച്ച് ഇടാൻ പറയാറുണ്ട്, ഫാൻ ഇടാനൊക്കെ പറയാറുണ്ട്. അങ്ങോട്ടൊന്ന് പോ. പക്ഷേ മൃദുലേ ചേടാ ഇത് ഇപ്പഴല്ലേ ഇങ്ങോട്ട് വന്ന് എന്തുവാ? വെള്ളം പാവം ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുക. എന്നാ കഴിച്ചോ, കുടിച്ചോ. ആര് തുറന്നു തരും? ഇത് ഞാനല്ല. അല്ലേലും അത് മൃദുലേ. അത് തുറ. ചോറ് ചെയ്യും. ഉറങ്ങിയോ കുഞ്ഞു? ഉറങ്ങിയോ? സൗണ്ട് ഒന്നും കുറയ്ക്കേട്ടാ. കുഞ്ഞു ഉറങ്ങിയോടാ. എനിക്ക് കളിക്കണം ഇപ്പൊ അവന്റെ കൂടെ. ഞാനിപ്പോ കളിച്ചിട്ട് വരാം. കുഞ്ഞു ഉറങ്ങിയുള്ളതിന് ഉണത്തല്ലേ? എനിക്കിപ്പോ അവന്റെ കൂടെ കളിക്കണം.
Psycho ആടി. അവ ഉറങ്ങുമ്പോഴാ ഇതിലെ ക്യൂട്ട്. എനിക്ക് അപ്പ അവനോട് കളിക്കണം. എന്തെടുക്കുക ശ്ശെ, അത് വേണ്ട ഉടനെ. പുറം നോക്കിയത് കളിക്കല്ലേ, പുറം നോക്കില്ലട്ടല്ലേ. എന്തുവാ നൊന്നു എന്തോ നൊന്താ എന്തോ നൊന്താ 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 മനുഷ്യനെ പുറം നോക്കി എന്തിനാ? വാ. വാ. ദേ, വാ. വാ. ആ, ഇത് നീ മനപ്പൂർവ്വം അടി കൊണ്ടും ഉണ്ടായിരിക്കത്തില്ലേടുള്ളൂ. നൊന്തോ. പോട്ട്. ഇത് കളി അഭിനയിക്കൊണ്ട് സീരിയസ് മതിയാക്ക് ഫോണിൽ കളി കഴിക്കുന്ന. നീ സെപ്പറേറ്റ് പാത്രത്തിലല്ലേ കൊടുത്തത്, ഒറ്റ പാത്രത്തിൽ കൊടുത്തത്. ഇങ്ങനെയാടാ ഞാൻ ചോറ് തരുന്നെന്ന് ആണാടാ. അല്ല, ഓരോന്ന് ഓരോ പാത്രത്തിലാ. മൃദുല എനിക്ക് ഇതിനെ ചോറ് വേണ്ടേ, ഇതിന്റെ പാല് വേണ്ടേ, ഇത്രയും മതി. അത് ഇത്തിരിയേ ഉള്ളൂ. ഇത്രയും വെച്ചിട്ട് ബാക്കി കൊണ്ട് ഇട്ടിട്ട് വാ. ഇത്രയും ചോറുണ്ടാക്കി വെച്ച് ഇനി ഞാനത് എന്റെ അടുത്ത് കളയാൻ പറ്റുമോ? ഇതൊക്കെ ഞാൻ ചെയ്യുന്ന കേട്ടോ, ഇങ്ങനെ ഫോണിൽ വെച്ചിട്ട് തന്നെ ഞാൻ എപ്പോഴും കഴിക്കാറ്. ഒന്നി വീട് കരി ഉപ്പില്ല, ഇതൊന്നും ഞാൻ പറയാറില്ല. എന്തുവാ? ഉപ്പില്ലെങ്കിൽ ഉപ്പില്ലെന്ന് പറയാറുണ്ട്. ഉപ്പില്ല, ഉപ്പില്ലെങ്കിൽ അതൊന്നും എരിയും പുളിയും ഒന്നുമില്ല, കാശ് കൊള്ളത്തില്ല. കൊണ്ട് കുരുമുളക് കൊണ്ട് എടുത്തിട്ടിട്ട് ഇളക്കി തിന്നി. ഓ എടുത്തോണ്ട് വാ, ഒരുമിച്ച് ഇന്നലെ കഴിക്കുന്നത്, എടുത്തോണ്ട് വാ. അയ്യോ ഇത് മൃദുല അല്ല, അതാ മൃദുല, അവിടെ കൊടു. മൃദുലേ എന്തുവാ ഇങ്ങോട്ട് വന്ന അവനെ എനിക്ക് എഡിറ്റിംഗ് ഉണ്ട്, എനിക്ക് ജോലി അമ്മ ഇത് നോക്കമ്മ, ഞാൻ തലറങ്ങി വീഴുവെന്ന് ഇവിടെ ജോലി ചെയ്യാതിരിക്കാൻ വേണ്ടിട്ടൊക്കെ കള്ളത്തിന് പറയുന്നുണ്ടോ? കണ്ണുണ്ടോ കാണാമോ തൂക്കുന്ന? എന്താണ് അതിന് ചൂടിച്ചടിച്ചു? എന്താണ് അതിന്റെ ചൂടിച്ചടിച്ചിരിക്കുന്നത്? തൂത്താ പോയൊന്നൂടെ താനേ തൂരങ്ങോട്ട്. ഇതെന്തോ കാണിക്കുന്നേ? ഞാൻ തൂക്കുമല്ലോ ഇവിടെ കിടന്ന്. തൂത്താ പോരെ, എത്തോട്ടോ അങ്ങോട്ട് നടക്കുന്നേ? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ? ഇത്ര നേരത്തെ ഗെയിം കളിക്കലായിരുന്നാ? എന്നാ ഞാൻ കൈമ കളിക്കാം, കഴിഞ്ഞൊരു പ്രശ്നം. അത് പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഞാന് കുറെ കാര്യങ്ങള് ഇപ്പം എവള് കുഞ്ഞിനെ കുളിപ്പിക്കാറൊന്നും ഞാൻ ഇല്ല. അപ്പൊ എനിക്ക് സത്യത്തിൽ ഇന്നാണ് ഈ ഒരു ചലഞ്ച് ചെയ്തപ്പോഴാണ് അയ്യോ ഇപ്പം അവളൊരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ ഇപ്പൊ ആ കുഞ്ഞിനെ ഞാൻ നോക്കണമെങ്കിൽ ഞാൻ പെട്ട്. സത്യം എനിക്ക് അറിയത്തില്ല, അത് ഈ ചലഞ്ചിലൂടെ എനിക്കിപ്പോ മനസ്സിലായി. കാരണം ഞാൻ കുഞ്ഞിനെ കുളിപ്പിക്കാറില്ല, കുളിപ്പിക്കാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് അറിയത്തില്ല സത്യത്തിൽ കുളിപ്പിക്കാൻ. എനിക്ക് പേടിയാ കുഞ്ഞുങ്ങൾ അങ്ങനെ കുളിപ്പിക്കുന്നതും എല്ലാ കാര്യങ്ങളും എനിക്ക് പേടിയാ. മൂക്കിലൊക്കെ വെള്ളം എനിക്ക് അങ്ങനെ പേടിയാ, അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ചെയ്യാറില്ല. പിന്നെ ഇവക്ക് കുഞ്ഞുങ്ങൾ ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കിയുള്ള പരിചയം ഇവക്ക് ഉള്ളത് കൊണ്ട് ഇവക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് സാഹചര്യം വരുമ്പോൾ നമ്മളെ അതിന് പ്രിപ്പയർഡ് ആക്കും. ഇപ്പം ഞാനൊരു സാഹചര്യം വന്ന് നമ്മൾ ചെയ്തേ പറ്റൂ. പിന്നെ എനിക്ക് അങ്ങനെ ചെയ്യാനും കുതിര ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ കുളിപ്പിക്കുന്ന കാര്യം, കുഞ്ഞിന് ഡ്രസ്സ് മാറുന്ന കാര്യം, കുഞ്ഞിന് ഡയപ്പർ മാറുന്ന കാര്യം എല്ലാം അവള് തന്നെയാണ് കുഞ്ഞിനെ നോക്കാറ്, എല്ലാ കാര്യങ്ങളും ചെയ്യാറ്. എനിക്ക് അറിയത്തില്ലായിരുന്നു. അറിയത്തില്ല. അതായത് അത് നമ്മള് രണ്ടുപേരും ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് അവരവര് തന്നെ വേണം. അങ്ങോട്ട് സത്യമായിട്ടും ഫുൾ കോമഡിയാണ്. ഞാൻ ആദ്യമേ വന്ന് കട്ടിൽ കിടന്ന് ഞാൻ സത്യമായി ഫണ്ണാക്കാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷെ അങ്ങനെ നല്ല പിന്നെ ഉറങ്ങാറുണ്ട്, ഇല്ലെന്നല്ല, അവിടെ റെസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ റെസ്റ്റ് ചെയ്യാറില്ല, കാരണം ഇവള് രാത്രിയൊക്കെ ഫീഡ് ചെയ്തിട്ട് കുഞ്ഞു ഇടയ്ക്കൊക്കെ ഉണരുമ്പം പകലാണ് ഉറങ്ങാറ്. ഇപ്പൊ എന്റെ വീടല്ലേ, നമുക്കിപ്പോ ഒരു ഫ്രീഡം, നമുക്കിപ്പോ ഇവിടെ ഉള്ള ഒരു ഫ്രീഡം അത് വേറെയാണ്, വേറെ എവിടെയും കിട്ടൂല. അപ്പം ആ ഒരു ഫ്രീഡം ഉള്ളതുകൊണ്ടും ഞാൻ ഒരു കാര്യത്തിനും ഞാൻ എവിടെ ചലഞ്ചിന് വേണ്ടി പറഞ്ഞ ഒരു കാര്യത്തിനും മുതൽ ഇന്റർഫിയർ ചെയ്യാറേ ഇല്ല. ഞാൻ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ലൈറ്റും കഥ അടച്ചിട്ട് ഞാൻ വെളിയിൽ വന്നിരിക്കും. പിന്നെ അതൊരു കാര്യം സത്യം, ഞാൻ എനിക്ക് ശ്രദ്ധയില്ല. ഞാൻ കൂടെ കുഞ്ഞു ഉറങ്ങുമ്പോൾ ഞാൻ ഫോൺ സ്ക്രോൾ ചെയ്യുമ്പോൾ ശബ്ദം കൂടും, അപ്പൊ ഇവ ഉണരും. അത് പലപ്പോഴും എനിക്ക് ഉറങ്ങി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ക്യൂട്ടാ. അപ്പൊ കൂടെ ഉള്ളത് പറയാം, ഞാൻ ഉറങ്ങുമ്പോൾ എന്ത് ക്യൂട്ടാടി, ഉണത്തട്ടെ എന്നൊക്കെ പറയാം. അത് വെച്ചിട്ടാണ് പറഞ്ഞത്, അത് സത്യം കേട്ടോ. ഫുഡൊക്കെ ആയാലും ഏട്ടൻ അങ്ങനെ കുറ്റമൊന്നും പറയത്തില്ല, ഏട്ടൻ കഴിച്ചോളൂ. പിന്നെ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ പറയും,
ഉപ്പൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുക. അല്ലാതെ ദേഷ്യം അങ്ങനൊന്നുമില്ല. അഡ്ജസ്റ്റ് ചെയ്തോളൂ, നല്ല രീതിക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്തോളൂ. കുക്ക് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇന്നലെ ബിരിയാണി വെച്ചില്ലേ, ഇന്നലെ നമ്മൾ ദിണ്ടുക്കല്ല് ബിരിയാണി ഏട്ടൻ വെച്ചു തരണമെന്നുണ്ടെങ്കിൽ ഞാൻ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ അരിയാനൊന്നും എനിക്ക് ഇഷ്ടമല്ല. അതായത് എനിക്ക് അടുക്കള കയറി അരിയാനും അതിനൊന്നും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ ഞാൻ കുക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടം, പക്ഷെ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തരണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പിന്നെ ഇതിലുള്ള റെഡി ആണോ? ബൈ.